കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കണമെന്ന് അറിയില്ലല്ലോ. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു, അതിൻ്റെയൊക്കെ തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് നേരെ വന്ന് ആത്തിമര ഗണപതിയെ ഒന്ന് തൊഴാനായിട്ട് വരാം. അവിടെ വരുമ്പോൾ യാതൊരു തിരക്കോടെ ബാധിക്കില്ല, സുഖമായിട്ട് ദർശിക്കാം. വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിങ്ങനെ സ്വർണം കെട്ടിച്ചത്. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ നേരെ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ കെടാവിളക്കും കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരമൂർത്തിയെ ഒന്ന് സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. ആകെ ഇങ്ങനെ പ്രകാശം കൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കാൽപാദങ്ങളാണ്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണുന്നു. കാൽവളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണം ഉടുത്തിട്ടുണ്ട്. അതേപോലെ അരയിൽ അരമണി കെട്ടിയിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മാങ്ങാമാല വെച്ചിട്ടുണ്ട്. ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകൾ കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ടുണ്ട്. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടേ ആ ഒരു കാഴ്ചയാണ് നിൽക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ്. ആരൊക്കെയാണ്, എന്തൊക്കെ വിഷമങ്ങളാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ്, എല്ലാതും എന്നോട് പറയൂ, ഞാൻ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ആ നല്ലൊരു പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. ആ പൊന്നോടക്കുഴലിൽ പിടിച്ച മാതിരി തന്നെ പൊന്നിൻ്റെ കിരീടം. അതേപോലെ പൊന്നിൻ്റെ ഗോപീതിലകമൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ആ വിളക്കിൻ്റെ ആ സ്വർണ്ണ വിളക്ക്, നെയ് വിളക്ക് ഒഴിച്ചിൽ കത്തിക്കുന്നതിൻ്റെ ആ പ്രകാശം അവിടെ തട്ടിയിട്ടാണ് നമുക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ആ തിളക്കത്ര കൂടുതൽ. അങ്ങനെ ആ പീലി തിരുമുടിയുടെ മുകളിൽ കിരീടം വെച്ച് സ്വർണ്ണ കിരീടത്തിൻ്റെ മുകളിൽ ഒരു തിരുമുടിമാല ഉണ്ട്. ആ തിരുമുടിമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തുളസി. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുകളിൽ വിധാനമായിട്ട് 4-5 തെച്ചി തുളസിയൊക്കെ ആയിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ വലിയ ഒരു ഉണ്ടമാല 2 ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും ഒരേ മാതിരി. വെളുത്ത പൂവാണ് കുറച്ച് കൂടുതൽ. അങ്ങനെയാണ് ആ കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഒരു സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് വിചാരിക്കുക മനസ്സുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ് ആ ഉണ്ണിക്കണ്ണനെ ഓടക്കുഴൽ പിടിച്ച് അരയിൽ കൈ കൊത്ത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ആദ്യം കാണുന്ന ബലിക്കല്ല് നോക്കി, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. കാരണം എന്താ വെച്ചാൽ അവിടെ രാവിലെ ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നു, അതേപോലെ ഗണപതി ഹോമം നടത്തുന്നതൊക്കെയാണ്. ഏറ്റവും പ്രധാനം ഉള്ള സ്ഥലമാണ് തിടപ്പള്ളി. അപ്പോൾ അവിടെ നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നീട് നമ്മൾ ശ്രീകോവിലിൻ്റെ ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ വരച്ച കാണാം. അപ്പോൾ അത് കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വന്ന സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അതേപോലെ നല്ല കൊമ്പ്, തുമ്പിക്കൈ ഒക്കെ അങ്ങനെ ഇതായിട്ട് വയറൊക്കെ നന്നായിട്ട് വലിയ വയറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ വേറെ വേറെ കാണാനുണ്ട്. പിന്നെ നല്ല ഒക്കെ പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം തുളസിമാലയും താമരമാലയൊക്കെ ഉണ്ട്. പിന്നെ അർച്ചന പൂക്കൾ ധാരാളം ഉണ്ട്. അപ്പോൾ കണ്ട് തൊഴാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപത്തെയും ഗജേന്ദ്രമോക്ഷത്തിനെയൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോഴോ അവിടെ നിന്ന് ധാരാളം തുളസിമാല ഉണ്ട്, അതേപോലെ താമരമാല ഉണ്ട്, വെളുത്ത മുല്ലപ്പൂവിൻ്റെ മാല ഉണ്ട്, ധാരാളം മാലകളുണ്ട്. അപ്പോൾ അവിടെ ആ കാൽക്കൽ വന്നിട്ട് ഇങ്ങനെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുമ്പോൾ 2 തുളസി മാലകളുണ്ട്, തുളസിയും തെച്ചിയും കൂടി ഉള്ളത് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാണാം, മുഖം മാത്രമേ അങ്ങനെ കാണൂ, ബാക്കിയൊക്കെ നല്ല മാല കൊണ്ട് ഇതായിരുന്നു. പിന്നെ മുരുകൻ്റെ അടുത്ത് കാണാം, മുരുകനെ കണ്ടു തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു ലേശം കുങ്കുമമുണ്ട്, ഒരു എന്താ പറയുക വെറ്റിലമാലയുണ്ട്, അതിനുള്ള ഒരു ലിഖിതമാലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടതിന് ശേഷം നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കാണാം, കൊടിമരം കണ്ട് തൊഴാം. അതിനുശേഷം ആ നൃത്താറയും അതേപോലെ മണിക്കിണറും ഒക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിന് ശേഷം നമുക്ക് ഭഗവതിനെ കാണാൻ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ തിരക്കുണ്ട്. അങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നും ഗോളക തന്നെയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല ധാരാളം പൂക്കളുണ്ട്, തെച്ചിപ്പൂവും താമരയൊക്കെ അങ്ങനെ നിറഞ്ഞുണ്ട്. അതേപോലെ താഴത്തേക്ക് എന്താ പറയുക പകുതിയിലധികമായിട്ട് നല്ലൊരു പട്ടിങ്ങനെ വിരിച്ചിട്ട്, അതായത് പാവാട പോലെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്, നല്ല വിശറി പോലെ ആക്കിയിട്ട്. പിന്നെ നല്ല തുളസിമാല ഉണ്ട്, എന്താ ചുവന്ന പൂവിൻ്റെ തെച്ചിപ്പൂവിൻ്റെ മാല ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് തന്നെയാണ്. അതേപോലെ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലും ഉണ്ട് തുളസിമാലയും തെച്ചിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം തിരിഞ്ഞു നിന്നിട്ട്. അപ്പോൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ തൊഴുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. ആ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന അരയിലെ കൈ കുത്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് ഇരുന്ന് കത്തിന് കാണാം, അവിടെ ഒന്ന് തൊഴുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ അവിടെ നിന്ന് വലിയ തിരക്കൊന്നും അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ചോറുകൊണ്ടൊക്കെ അല്ലേ, അപ്പോൾ അതത്രയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കാതിലൊക്കെ നല്ലൊരു കമ്മൽ വെച്ചിട്ടുണ്ട്, അതേപോലെ വലിയ മാല വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാല വെച്ചിട്ടുണ്ട്, എന്താ പറയുക കാശിമാല പോലത്തെ മാല. പിന്നെ നല്ല ധാരാളം പൂക്കളുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, സുന്ദരനായിട്ടാണ് അയ്യപ്പസ്വാമി.
ഇനിയിപ്പോൾ തുലാമാസമൊക്കെ ആവാറായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിട്ടാണ്, നല്ല സുന്ദരനായിട്ടാണ് അയ്യപ്പസ്വാമി. എല്ലാവരും അനുഗ്രഹിക്കാതിരിക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നേരെ കാണുന്നത് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ കാണാം. അതേപോലെ പടിഞ്ഞാറൻ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ പടിഞ്ഞാറൻ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ ഇന്ന് ടോക്കൻ്റെ വരികളൊക്കെ ധാരാളമുണ്ട്, പ്രസാദകൂട്ടിനൊക്കെ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ അധ്യയന വന്നാൽ അന്നലക്ഷ്മി ഹാളിൻ്റെ അധ്യയനം ഇങ്ങനെ വന്നാൽ നാരായണാലയത്തിൽ പോവാം. അവിടെ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമുക്ക് ദേവിയുടെ അവിടേക്കും വരാം. ദേവിയുടെ അവിടെ വന്നതിന് ശേഷം വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ഒന്നുകൂടി തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമൊക്കെ കിട്ടട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് വളരെ വിഷമിച്ചിട്ടെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഉഷാകുമാരിയുടെ സഹോദരൻ്റെ മകൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. അത് അവരുടെ അമ്മയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും, അതായത് വിജയകരമാവണം, രണ്ടു പേർക്കും സുഖമാവണം, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് നമ്മളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ബിന്ദു രേവതി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. രമണിയുടെ ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിന്ധുവിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ വിനീതയുടെ മകൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നല്ല കുടുംബത്തിൽ നിന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാറ്റിനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.